ഈ പുതിയ ജനറേഷനിലുള്ള കുട്ടികൾ കൂടുതലും ബിസിനസ് ഓൺടർപ്രണേഴ്സ് ആവണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. എസ്പെഷ്യലി അത് പാരൻസിൻ്റെ അടുത്ത് എത്തുമ്പോൾ റിജക്ഷൻസും ആണ് സംഭവിക്കുന്നത്, റിസ്ക് എടുക്കണ്ട എന്നുള്ളൊരു മെൻറ്റാലിറ്റിക്ക്. ശരിക്കും ഈ ന്യൂ ജനറേഷൻ കുട്ടികൾ ബിസിനസ്സിലേക്ക് എത്തുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വളരെ റെലവൻ്റായ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ജെൻസി എന്ന് പറയുന്ന നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ ജെൻസിക്കാര്, അവരിൽ ഭൂരിഭാഗം ആളുകൾക്കും എംപ്ലോയ്മെന്റിനേക്കാളും ഇഷ്ടം ഓൺടർപ്രണർഷിപ്പാണ്. അത് ബിസിനസ് തുടങ്ങാന്നുള്ളത് തന്നെയാണ് അവരുടെ ബ്ലഡിലുള്ളത്. കൂടുതൽ ജെൻസി ആളുകൾക്കും സ്വന്തമായിട്ടൊരു ബ്രാൻഡിനെ ബിൽഡ് ചെയ്യുക, സ്വന്തമായിട്ടൊരു പ്രൊഡക്റ്റിനെ ഡെവലപ്പ് ചെയ്യുക, അതിനെ വേൾഡ് ക്ലാസ് ലെവലിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക, വേൾഡ് വൈഡ് സപ്ലൈ ചെയ്യുക, ഇതൊക്കെയാണ് മിക്ക ആളുകളുടെയും ഡ്രീം. പണ്ടൊക്കെ വലിയ ആളുകൾ പോലും ഇങ്ങനത്തെ സ്വപ്നങ്ങൾ കണ്ടത് ഒരുപാട് ലേറ്റ് ആയിട്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ സ്വപ്നമുള്ള ആളുകൾ അവരുടെ പാരൻസിൻ്റെ അടുത്ത് വന്നിട്ട് പ്രസന്റ് ചെയ്യുന്ന ഒരു സീനുണ്ട്. അപ്പം പൊതുവെ റിജക്ഷനാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഉണ്ടാകാറ്. ഈ ഇടയ്ക്ക് ഞാനൊരു ആൻമരിയ കലിപ്പിലാണെന്ന ഒരു മലയാളം മൂവി കണ്ടിട്ടുണ്ട്. ആ മൂവിയിൽ സിദ്ദിഖിന്റെ കഥാപാത്രം വളരെ ഇമോഷണൽ ആയിട്ട് പറയുന്ന ഒരു സീനുണ്ട്. അതായത് കുട്ടികൾ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ വന്നിട്ട് നമ്മളോട് ചോദിക്കുമ്പോൾ പറ്റുകയാണെങ്കിൽ അതങ്ങ് നടത്തി കൊടുക്കുന്നു. അതുപോലെയാ, അതായത് ആഗ്രഹങ്ങൾ കൊണ്ട് കുട്ടികൾ വരുമ്പോൾ അവരുടെ സ്വപ്നവുമായിട്ടാണ് വരുന്നത്. ഒറ്റയടിക്കുള്ള ഈ റിജക്ഷൻ കാരണം കുട്ടികളുടെ ജീവിതം തന്നെയാണ്, അവരുടെ സ്വപ്നത്തിനാണ് നമ്മൾ ഇല്ലാതാക്കുന്നത്. പലപ്പോഴും ഇങ്ങനെയുള്ള ആളുകൾ സമൂഹത്തിന് ഭയങ്കരമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന, വേൾഡിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന വലിയ ഓൺടർപ്രണേഴ്സ് ആയിട്ട് മാറേണ്ട ആളുകളാണ്. പക്ഷെ ഒറ്റ റിജക്ഷൻ കാരണം അവരുടെ മൈൻഡും ശരീരവും ഒക്കെ അപ്പൊ തന്നെ തളർന്നു പോയി. അവർ ജീവിതത്തിൽ എവിടെ എത്താതെ പരാജയപ്പെട്ടവരായി മാറും. അപ്പോൾ ഏറ്റവും സക്സസ്ഫുൾ ആയി മാറേണ്ടിയിരുന്ന ഒരു വ്യക്തിനെ ഒരൊറ്റ ഡയലോഗ് ഉണ്ട് നമുക്ക് ഏറ്റവും പരാജയപ്പെട്ട ഒരാളാക്കി മാറ്റാൻ സാധിക്കും. എസ്പെഷ്യലി കുട്ടികൾ വന്നിട്ട് ഇങ്ങനത്തെ ഒരു ആഗ്രഹം പറയുന്നു.